ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ നിശബ്ദരാക്കാൻ അവർക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നാരോപിക്കുകയാണ് സംഘപരിവാർ ശക്തികളുടെ സ്ഥിരം ഏർപ്പാട്. അതിന് ഈ രാജ്യത്തെ പോലീസ് സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും കൂട്ടുനിൽക്കുക കൂടി ചെയ്യുമ്പോൾ തകരുന്നത് നിരപരാധികളുടെ ജീവിതമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കിടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട 17 ചെറുപ്പക്കാരും കുറ്റക്കാരല്ല എന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചു. എന്നാൽ 6 വർഷം വേണ്ടി വന്നു ആ ചെറുപ്പക്കാർക്ക് നീതി ലഭിക്കാൻ. അതുവരെ അവർ ഈ സമൂഹത്തിന് മുന്നിൽ ചതിയന്മാരായി ചിത്രീകരിക്കപ്പെടുകയും പിന്നാലെ പലരുടെയും ജീവിതം തകരുകയും ചെയ്തു. 2017 ജൂൺ 18 നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ എതിരാളികൾ ഇന്ത്യയും പാകിസ്ഥാനുമായിരുന്നു. മത്സരത്തിൽ 180 റൺസിന് പാകിസ്ഥാൻ വിജയിച്ചു. പിന്നാലെ പത്രങ്ങളുടെ തലക്കെട്ടുകൾ നിറഞ്ഞത് ഈ വാർത്ത മാത്രമല്ല, പകരം ഈ 6 ചെറുപ്പക്കാർ ഇന്ത്യയെ അപമാനിച്ചുവെന്ന വാർത്ത കൂടി ഇടം പിടിച്ചു. BJP ഭരിക്കുന്ന ഈ രാജ്യത്ത് എങ്ങനെയാണ് രാജ്യദ്രോഹികൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നതിനും കൂടിയുള്ള ഉദാഹരണമാണ് കണ്ടത്. പാകിസ്ഥാൻ ജയിച്ചതിന് പിന്നാലെ വിജയം ആഘോഷിച്ച് പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചു, മധുരപലഹാരം വിതരണം ചെയ്യുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തു എന്നൊക്കെ കുറ്റം ചാർത്തി പ്രായപൂർത്തിയാകാത്ത 2 പേർ ഉൾപ്പെടെ 17 പേരെയാണ് മധ്യപ്രദേശിലെ ബുർഹാൻപൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. എല്ലാവരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു. പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു അവർക്കെതിരെ കുറ്റം ചുമത്തിയത്. ഇവരുടെ പ്രവൃത്തി ഗ്രാമത്തിൽ കലാപാന്തരീക്ഷം സൃഷ്ടിച്ചു. അവർ ഈ രാജ്യത്തെ അപമാനിച്ചു, പ്രതികൾ ഇന്ത്യയോടുള്ള അവരുടെ വെറുപ്പ് പ്രകടിപ്പിച്ചു എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ഉൾപ്പെടെയാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. പോലീസിൻ്റെ ആരോപണങ്ങൾക്ക് യാതൊരു തെളിവുകളുമില്ല എന്ന് കണ്ട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 17 പേരെയും കുറ്റവിമുക്തരാക്കുമ്പോൾ 6 വർഷം പിന്നിട്ടിരിക്കുന്നു. കേസിൽ നിന്നും ഒഴിവായെങ്കിലും ഇന്നും അവരുടെ ജീവിതം പൂർവ്വസ്ഥിതിയിലായിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോടതി വെറുതെ വിട്ടിട്ട് 6 മാസത്തോളമായെങ്കിലും തകർന്നുപോയ ജീവിതം തിരികെ പിടിക്കാൻ കഴിയാതെ ഈ കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രോസിക്യൂഷൻ്റെ കഥയെ പിന്തുണയ്ക്കുന്ന യാതൊരു തെളിവും ഈ കേസിൽ ഇല്ലെന്നായിരുന്നു ജഡ്ജി ദേവേഷ് മിശ്ര ചൂണ്ടിക്കാട്ടിയത്. പ്രോസിക്യൂഷൻ സാക്ഷിയായി കോടതിയിൽ അവതരിപ്പിച്ച സുഭാഷ് കോഹ്ലി എന്ന ചെറുപ്പക്കാരൻ നീതിപീഠത്തിന് മുന്നിൽ സത്യം തുറന്നു പറഞ്ഞതും കുറ്റാരോപിതർക്ക് സഹായമായി. കുറ്റാരോപിതർ പാകിസ്ഥാൻ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് അയൽരാജ്യത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നതും മധുരപലഹാരം വിതരണം ചെയ്യുന്നതും പടക്കം പൊട്ടിക്കുന്നതുമൊക്കെ കണ്ടയാൾ എന്നുള്ള നിലക്കായിരുന്നു കോഹ്ലിയെ പോലീസ് കോടതിയിൽ അവതരിപ്പിച്ചത്. എന്നാൽ സാക്ഷി കോടതിയിൽ പറഞ്ഞത് പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തി സാക്ഷിയാക്കിയതെന്നാണ്. വീട്ടിലിരുന്ന് ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരുന്ന താൻ പിന്നീടാണ് അറിയുന്നത് സുഹൃത്ത് ഷാഹിദ് മൻസൂരിനെയും ഏതാനും ഗ്രാമവാസികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന്. വിവരമറിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന തന്നെ മനഃപൂർവ്വം പോലീസ് സാക്ഷിപ്പട്ടികയിൽ പെടുത്തിയെന്ന് കോഹ്ലി തുറന്നു പറഞ്ഞതോടെ കോടതിക്കും സത്യം ബോധ്യമാവുകയായിരുന്നു. ഈ 17 പേരിൽ ഒരാൾ മനോവിഷമം കാരണം ആത്മഹത്യ ചെയ്തു. പലർക്കും നാട്ടിൽ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ടായി. നീതിപീഠം കഴിഞ്ഞെങ്കിലും സമൂഹത്തിൻ്റെ കണ്ണിൽ കുറ്റക്കാരായി ഈ ചെറുപ്പക്കാർ ഇന്നും ജീവിക്കുകയാണ്.